إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى الذي يؤتي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا الآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى فسيجنبها الأتقى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى
فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا الآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى فسيجنبها الأتقى. ശ്രദ്ധിക്കാനുള്ളത് വമാ യുഗ്നി അൻഹു മാലുഹു. അവിടെ മാലുഹു നീട്ടണം. ചിലർ നീട്ടിന്, ചിലർ നീട്ടൽ കുറവാണ്. അപ്പം അവിടെ ശ്രദ്ധിക്കാനുള്ളൊരു ഇത് മാലുഹു നീട്ടി ഓതണം. എങ്ങനെ ഓതണം? അപ്പം വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. മാലുഹു ഇദാ തറദ്ദ. ആ മാലുഹു 4 മുതൽ 6 കതിർ വരെ നീട്ടണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. അലിഫ്, വാവ്, യാ, അതിൻ്റെ ശേഷം ഹംസ വരിക. അതാണ് അതിൻ്റെ സൂത്രം. പിന്നെ ഇന്ന കുന്നത്തോടു കൂടി പറയണം. തരിമൂക്ക് തരിപ്പിച്ചുകൊണ്ട് ഇന്ന ഇന്ന. തരിമൂക്ക് ഇങ്ങനെ തരിക്കുമ്പോൾ നമുക്ക് തന്നെ അനുഭവപ്പെടും. ഇന്ന അലൈന ലൽ ഹുദ. അവിടെ അൽ ഹുദ എന്നല്ല, ഇന്ന അലൈന ലൽ ഹുദ. പിന്നെ വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊല. അവിടെയും ലൽ ആഖിറത്തന, ലൽ ആഖിറത വൽ ഊല. പിന്നെ അടുത്ത ആയത്ത് ഓതുമ്പോൾ ആ നൂനിനെ എന്ത് ചെയ്യണം? യഖ്ഫാ ചെയ്യണം. അവിടെ ഉണ്ടാവും ഒരു കുന്നത്ത്. അപ്പം എങ്ങനെ ഓതണം? ഫഅൻസർതുക്കും ഫഅൻസർതുക്കും. പിന്നെ നാറൻ എന്ന് ഓതുമ്പോൾ അവിടെ വീണ്ടും യഖ്ഫാ ചെയ്യണം. നാറൻ ത്വലല്ലാ, നാറൻ ത്വലല്ലാ. അപ്പം രണ്ടും കൂടി ഓതുമ്പോൾ ഫഅൻസർതുക്കും നാറൻ ത്വലല്ലാ. പിന്നെ ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖാ. അവിടെ ലാ യസ്ലാഹാ നീട്ടണം. നമ്മൾ ഏതുപോലെ മാലുഹു പറഞ്ഞതുപോലെ അതേ നിയമം തന്നെയാണ്. ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖാ. പിന്നെ അല്ലദീ കസ്സബ വതവല്ല. അവിടെ അല്ലദീ കസ്സബ വതവല്ല. പിന്നെ വസയുജന്ന. അവിടെ മണിക്കണം. വസയുജന്നബുഹൽ അത്ഖാ. അന്ന തരിമൂക്ക് തരിപ്പിക്കണം. വസയുജന്നബുഹൽ അത്ഖാ. ഒന്നുകൂടി ഒതുക്കാൻ എല്ലാവരുടെയും. വമാ യുഗ്നി وما يغني عنه ماله إذا تردى إن علينا للهدى وإن لنا للآخرة والأولى فأنذرتكم نارا تلظى لا يصلاها إلا الأشقى الذي كذب وتولى وسيجنبها الأتقى. അവിടെ ഈ ഓതിയിൽ എന്തെങ്കിലും തജ്വീദ് ഡൗട്ടുണ്ടോ? ഏതെങ്കിലും ആയത്തിൽ അങ്ങനെയല്ല ഇങ്ങനെ എന്ന് തോന്നുന്നുണ്ടോ എവിടെയെങ്കിലും? എന്നാ അർത്ഥം പറഞ്ഞോളി. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. വമാ യുഗ്നി. വമാ യുഗ്നി ഉപകാരപ്പെടുകയില്ല, ഉപകാരപ്പെടുന്നതല്ല. അൻഹു അവന്.
മാലുഹു അവൻ്റെ ധനം, അവൻ്റെ മാല് അവന് ഉപകാരപ്പെടുന്നതല്ല. ഇതാ തറദ്ദ നാശത്തിൽ പതിക്കുമ്പോൾ അഥവാ മരണസമയത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതാ തറദ് ശരിക്കും അതിൻ്റെ അർത്ഥം മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നതിനാണ് തറദ്ദ എന്ന് പറയാം ഭാഷയിൽ. അതാണ് നാശത്തിൽ പതിക്കുക എന്ന് പറയുന്നത്. മരണം അതേപോലെയാണ്. ഇതാ തറദ്ദ നാശത്തിൽ പതിക്കുമ്പോൾ അവൻ്റെ സമ്പത്ത് അവന് ഉപകാരപ്പെടുന്നതല്ല. ഇന്ന അലൈന തീർച്ചയായും നമ്മുടെ മേൽ അവകാശമാണ്, ബാധ്യതയാണ്. ലൽ ഹുദ സന്മാർഗം നമ്മുടെ മേൽ ബാധ്യതയാണ്, അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. വ ഇന്നലന തീർച്ചയായും നമുക്കുള്ളതാണ് ലൽ ആഖിറത പരലോകവും വൽ ഊല ഇഹലോകവും, ആ ലോകവും ഈ ലോകവും നമുക്കുള്ളതാണ്. ഫഅൻദർതുകും നാറൻ ത്വലല്ലാ അതിനാൽ ഞാൻ നിങ്ങളെ വാണിംഗ് ചെയ്യുന്നു, മുന്നറിയിപ്പ് നൽകുന്നു. നാറൻ ഒരു നരകത്തെപ്പറ്റി, തീയിനെപ്പറ്റി. ത്വലല്ലാ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന നരകത്തെപ്പറ്റി ഞാൻ നിങ്ങളെ വാണിംഗ് നൽകുന്നു. ലാ യസ്സുലാഹ ആ നരകത്തിൽ കത്തി എരിയുന്നതല്ല, പ്രവേശിക്കുന്നതല്ല. ഇല്ലൽ അഷ്ക ഏറ്റവും വലിയ നിർഭാഗ്യവാനല്ലാതെ, ഏറ്റവും വലിയ പരമ നിർഭാഗ്യവാനല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല, അതിൽ കത്തിയെരിയില്ല. അവൻ്റെ സ്വഭാവം അല്ലദീ കദ്ദബ അവൻ കളവാക്കുന്നവനാണ്, തള്ളിക്കളയുന്നവനാണ്. വതവല്ല പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്നവനാണ്. വസയുജന്നബുഹ ആ നരകത്തിൽ നിന്ന് നാം അകറ്റി നിർത്തപ്പെടും. അൽ അത്ഖ ഏറ്റവും സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവനെ ആ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതാണ്. തിരിച്ചു വരാ വമാ യുഗ്നി എന്ന് പറഞ്ഞാൽ എന്താ? ഉപകാരപ്പെടുക എന്നാണ് നമ്മൾ വാക്കർത്ഥം പറഞ്ഞത്, അല്ലേ? ശരിക്ക് അതന്നെയാണ്. ഖൈന എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ബോർഡൊക്കെ ഖൈന എന്ന് പറഞ്ഞ എന്താ? വനിയ എന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ, അല്ലേ? ഖൈന വനിയ. ഖൈന എന്ന് പറയുന്നത് ധന്യത എന്നാണ് വാക്കിന്റെ അർത്ഥം. ധന്യത. അഗ്ന എന്ന് പറഞ്ഞാൽ ധന്യനാക്കുക എന്നാണ്. യുഗ്നി എന്ന് പറഞ്ഞാൽ ധന്യനാക്കുന്നു എന്നാണ് പദത്തിന്റെ അർത്ഥം. ആണ് നമ്മൾ എന്ത് ഭാഷാന്തരം ചെയ്തപ്പോൾ എന്ത്? ഉപകാരപ്പെടുകയില്ല, ഉപകാരപ്പെടുന്നതല്ല. ഒരാളെ ധന്യനാക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഉപകാരം ചെയ്യാന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയാ അൻഹു അയാൾക്ക് ഉപകാരപ്പെടുക. ആരെ പറ്റി അവിടെ അയാൾ എന്ന് പറയണത്? ആരെ പറ്റിയാ പറയണത്? ഇതിനു മുമ്പ് ഇപ്പം നമ്മൾ ആരെ പറ്റി പറഞ്ഞത്? വ അമ്മാമം ബഖില വസ്തഗ്ന ആരാണോ പിശുക്ക് കാണിക്കുകയും പിന്നെ സ്വയം പൂർണ്ണനാണെന്ന് നടിക്കുകയും ചെയ്തവരാരോ അവർ. വകദ്ദബ ബിൽ ഹുസ്ന ഏറ്റവും നല്ലതിനെ കളവാക്കുകയും ചെയ്തവരാരോ അവർ. അപ്പൊ ആരെപ്പറ്റി നമ്മൾ പ്രതിവാദ വിഷയം? പിശുക്ക് കാണിക്കുന്ന സ്വയം പൂർണ്ണനാണെന്ന് നടിക്കുന്ന ആളുകളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ ഈ പിശുക്ക് കാണിക്കാൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറേ വിശദീകരിച്ചിട്ടുണ്ട്. പിശുക്ക് എന്ന് പറയുമ്പോൾ വെറും സാമ്പത്തിക പിശുക്കല്ല, പണം കൊടുക്കാതിരിക്കുന്നതിന് മാത്രമല്ല എന്ത് പറയാ പിശുക്ക്. ഒരു മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള എ മുതൽ സെഡ് വരെ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാതെ പിടിച്ചു വെക്കണതിനാണ് എന്ത് പറയാ പിശുക്ക്. അതിൽപ്പെട്ട ഒന്നാണേത്? സമ്പത്ത്. സമ്പത്ത് കൊണ്ട് പിശുക്ക് കാണിക്കാം, നമ്മുടെ സമയം കൊണ്ട് പിശുക്ക് കാണിക്കാം, നമ്മുടെ സ്ഥാനം അതുകൊണ്ട് പിശുക്ക് കാണിക്കാം, അല്ലെങ്കിൽ വേറെ എന്താണോ അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത് സ്വാധീനം, അതൊക്കെ അതുകൊണ്ടൊക്കെ പിശുക്ക് കാണിക്കാം. അപ്പൊ അതാണ് അമ്മാമം ബഖില. അങ്ങനെ പിശുക്ക് കാണിക്കുന്ന ആളുകൾ, ഒരാളുടെ ആയുസ്,
ആ ആയുസ്സിൽ നിന്ന് ഒരു 2 മിനിറ്റ് മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ പിശുക്ക് കാണിക്കുക. അപ്പോൾ ഈ നാനാമുഖേനയുള്ള ആ പിശുക്കിനാണ് ബഹില 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 എന്ന് പറയുന്നത്. അള്ളാഹിൻ്റെ അനുഗ്രഹം ബുഖലും ഷുഹും നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചിട്ടുണ്ട്. എന്താ ബുഖല്? ബുഖല് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആ കിട്ടിയത് നമ്മളെ പോക്കറ്റിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള ആ പിടിച്ചു വെക്കലാണ് ബുഖല്. ഷുഹ് പറഞ്ഞാലോ തൽക്കാലം എൻ്റെ പോക്കറ്റിലായിട്ടില്ല, പക്ഷെ നിങ്ങളതൊക്കെ ഉള്ളത് എൻ്റെ പോക്കറ്റിലേക്ക് ആക്കണമെന്ന് അതിയായ ആഗ്രഹം എനിക്കുണ്ട്, ആഗ്രഹമുണ്ട്. ആ ആഗ്രഹിക്കുകയും ഞാൻ അത് കിട്ടാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുകയും ചെയ്യേണ്ടത്. ആ അധ്വാനിക്കുമ്പോൾ എൻ്റെ പോക്കറ്റിലേക്ക് വരും. അതിനാണ് ഷുഹ് എന്ന് പറയുന്നത്, അല്ലേ? ഞാൻ അങ്ങേയറ്റത്ത് ആർത്തി കാണിക്കുക, മറ്റുള്ളവർ ഇത് എൻ്റെ പോക്കറ്റിലാക്കാൻ ഉള്ള ആർത്തിയും അതിനു വേണ്ടിയുള്ള അധ്വാനവും ഉള്ള ആ മനസ്സിൻ്റെ അവസ്ഥക്കാണ് ഷുഹ് എന്ന് പറയുന്നത്. ഒമൻ യൂക്ക ഷുഹ നഫ്സിഹി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എന്നാൽ ബുഹ്ലതല്ല, അങ്ങനെ കിട്ടിയിട്ട് ആ അനുഗ്രഹം കിട്ടിയിട്ട് മറ്റൊരാൾക്കൊന്നും കൊടുക്കാതെ പിടിച്ചു വെക്കണതിനാണ് എന്ത് പറയാ? ബുഹ്ല് അമ്മാമം ബഹില എന്ന് പറയുന്നത്. ഇനി അള്ള പറയാ, അങ്ങനെ ബുഹ്ല് കാണിച്ച, പിന്നെ സ്വയം പൂർണ്ണത നടിച്ച, സ്വയം പൂർണ്ണനാണ് എന്ന് നടിക്കുകയും ചെയ്ത അത്തരം മനുഷ്യന്മാർ, അതാണ് വമായുനി അൻഹു, അവന് ഉപകാരപ്പെടുന്നതല്ല എന്നാൽ ഈ മനുഷ്യന്മാർക്ക്, ഏർക്ക്? ഈ ബുഹ്ല് കാണിച്ച ബഹീലായ മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്നതല്ല. എന്ത്? മാലുഹു, അവൻ്റെ ധനം അവന് എന്താ ഇപ്പൊ പിശുക്ക് കാണിക്കണോർത്ത് പഠിച്ചോ എല്ലാ കാര്യം ഉപയോഗിച്ച്, പക്ഷേ സമ്പത്ത് ഉപകാരപ്പെടുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ സമ്പത്ത് ഉപകാരപ്പെടുന്നതല്ല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്തേ കാരണം? അള്ളാഹു സമ്പത്തിൻ്റെ കാര്യം മാത്രം ഇവിടെ എടുത്തു പറയാനുള്ള കാരണം എന്താ? ഇവിടെ വിഷയം തറദ്ദ എന്ന് പറഞ്ഞില്ലേ, നരകത്തിലേക്ക് ആപതിക്കുകയാണ്. നരകത്തിലേക്ക് വന്നു വീഴുമ്പോൾ അവൻ ദുനിയാവിൽ വെച്ച് സമ്പാദിച്ച ആ സമ്പാദ്യം, അതാണല്ലോ മാലി എന്ന് പറയുന്നത്, ആ സമ്പത്തൊന്നും അവന് ഉപകാരപ്പെടുന്നതല്ല, നരകത്തിലേക്ക് ചാടാതെ പിടിച്ചു നിർത്തുന്നതല്ല എന്നതാണ്. പിന്നെ അങ്ങനെ നരകത്തിൽ മറ്റൊരർത്ഥമുള്ളത് തറദ്ദ എന്നുള്ള ഇതാ മാത്തന, മരിക്കണ സമയത്ത്, മരണസമയത്ത് അയാൾക്ക് അയാളുടെ സമ്പത്ത് ഉപകാരപ്പെടുന്നതല്ല. അബൂ ലഹബിൻ്റെ ചരിത്രം നമുക്കൊക്കെ അറിയാം. ഒരു സൂറത്ത് നമ്മൾ പഠിച്ചു പോയത് തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ് എന്നാണ്. എന്ത് ഈ അബൂ ലഹബിൻ്റെ പ്രത്യേകത? അബൂ ലഹബ് നബിയുടെ ആരായിരുന്നു? എളാപ്പ, പിതൃവ്യനായിരുന്നു, അല്ലേ? ബാപ്പൻ്റെ സഹോദരനായിരുന്നു. പക്ഷേ ആ ബാപ്പൻ്റെ സഹോദരനായ അബൂ ലഹബ് പിന്നെ അവിടുത്തെ പൗരപ്രമുഖൻ എന്നത് മാത്രമല്ല, ധനാഢ്യനായിരുന്നു, ഖുറൈശികളുടെ ധനാഢ്യനായിരുന്നു, ആൾബലവും സ്വാധീനവുമുള്ള നേതാവായിരുന്നു. പിന്നെ അയാളോട് പറഞ്ഞാൽ അനുയായികൾ ഒന്നടങ്കട് വരും. ആ രൂപത്തിലുള്ള നേതാവും അതേപോലെ സമ്പത്തും ഉള്ള മനുഷ്യൻ. പക്ഷേ മരിക്കണ സമയത്ത് എന്ത് ഉപകാരപ്പെട്ടില്ല? അയാളെ സമ്പത്തും ഉപകാരപ്പെട്ടില്ല, അയാളെ കുടുംബവും ഉപകാരപ്പെട്ടില്ല, അയാളുടെ അനുയായി വൃന്ദവും ഉപകാരപ്പെട്ടില്ല. എങ്ങനെയാണ് അള്ളാഹു താല മരിക്കണ സന്ദർഭം എങ്ങനെയാണ്? ഒരു ചെറിയ കടലമണി പോലുള്ള അദസ് എന്ന് പറയും, കടലമണി പോലുള്ള ഒരു രോഗം അബൂ ലഹബിനെ പിടികൂടുകയാണ്. ആ രോഗം പിടിവിട്ട അങ്ങോട്ട് പൊട്ടിയാൽ അതീവ നാറ്റമാണ്. ആ നാറ്റം ഉണ്ടാവുമ്പം ആരും എന്ത് ചെയ്യില്ല, അടുത്തേക്ക് അടുക്കൂല. ആ രൂപത്തിലുള്ള നാറ്റം ഉണ്ടാവുന്ന അദസ് എന്ന് പറയുന്ന ഒരു രോഗം, കടലമണി പോലുള്ള ഒരു കുരു ഉണ്ടാവുന്ന, അത് പൊട്ടിയിട്ടുള്ള ആ രോഗം പിന്നെ എന്ത് ചെയ്തു? അയാളെ പിടികൂടി. അതാണ് അയാളുടെ മരണത്തിന് കാരണമായത്. അങ്ങനെ നാറ്റുണ്ടായിട്ട് ആദ്യം കൂട്ടുകാരും അനുയായി വൃന്ദങ്ങളും വരാതായി, പിന്നെ കുടുംബക്കാർ അല്പാൽപ്പായി, ഓലിങ്ങനെ അകന്നു പോയി, അവസാനം ഭാര്യയും അകന്നു പോകുന്ന രംഗമാണ് ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചത്. നോക്കി നിങ്ങൾ, നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്, നമ്മുടെ മക്കളാണ്, നമ്മുടെ ഭാര്യയാണ്, നമ്മുടെ കുടുംബക്കാരാണ്, നമ്മുടെ അനുയായി വൃന്ദമാണ്, നമ്മുടെ മറ്റുള്ള സമ്പത്തുകളാണ്, നാണയമാണ്. ഇതൊന്നും മരണസമയത്ത് ഉപകാരപ്പെട്ടില്ല. ആർക്ക്? അബൂ ലഹബിന്. അതേ ആശയം തന്നെയാണ് അള്ളാഹു തആല ഇവിടെ പറയുന്നത്. പിശുക്ക് കാണിച്ച് ജീവിക്കുന്ന, ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചിട്ട് പിശുക്ക് കാണിച്ച് ജീവിക്കുന്നവരാരോ അവർ
അവർക്ക് മരണസമയത്ത് ഒരർത്ഥതാണ്, മരണസമയത്ത് അവരുടെ ആ പിശുക്ക് കാണിച്ചുണ്ടാക്കിയ സമ്പത്തൊന്നും ഉപകാരപ്പെടുകയില്ല എന്നുള്ളതാണ്. പിന്നെ അന്ത്യനാളിൽ നമ്മുടെ സമ്പത്തിനൊന്നും ഒരു മൂല്യം ഉണ്ടാവില്ല അല്ലേ. നമ്മൾ എത്രയോ കോടികൾ ഇങ്ങനെ കുന്നുകൂട്ടിയിട്ടുണ്ടാവും. അത് ചിലപ്പം അനർഹമായിട്ടായിരിക്കും കുന്നുകൂട്ടിയത്. ആ അനർഹമായ സമ്പത്തിന് അന്ത്യനാളിൽ ഒരു വിലയും ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് പടച്ച തമ്പുരാൻ ഇവിടെ സമ്പത്തിനെ മാത്രം അള്ളാഹു ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത്? വേറെ കുറേ അനുഗ്രഹമല്ലേ. മാലിനെ മാത്രം എടുത്തു പറഞ്ഞത്? മാലിനെ മാത്രം എടുത്തു പറയുന്നത്, മനുഷ്യൻ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവൻ ആ സമ്പത്തിൻ്റെ പിന്നാലെ ആയിരിക്കും അവൻ്റെ അധിക സമയവും അവൻ്റെ നെട്ടോട്ടം. അവൻ്റെ അധിക സമയവും ഉറക്കല്ലാത്ത സമയത്തൊക്കെ സമ്പത്ത് അതെങ്ങനെ ശേഖരിക്കാം, അതെങ്ങനെ എൻ്റെ പോക്കറ്റിലേക്കാം, എങ്ങനെ എൻ്റെ അക്കൗണ്ടിലേക്കാക്കാം എന്ന ചിന്തയായിരിക്കും മനുഷ്യൻ ജീവിക്കുന്ന കാലമത്രയും അവൻ്റെ അധിക ചിന്തകളും അതായിരിക്കും. അതുകൊണ്ട് ആ മനുഷ്യൻ പിന്നാലെ ഓടുന്ന ആ സമ്പത്തിനെ സംബന്ധിച്ച് അള്ളാഹു ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. മറ്റനുഗ്രഹങ്ങളുണ്ട്, ആ അനുഗ്രഹത്തെ എടുത്തു പറയേണ്ടതില്ല. അപ്പോൾ ഈ സമ്പത്തിൻ്റെ തന്നെ കാര്യം ഇങ്ങനെയാണെങ്കിൽ മറ്റതും അതേപോലെ ഉപകാരപ്പെടുകയില്ല എന്നുള്ളതാണ്. ആലോചിച്ചു നിങ്ങൾ, മരണം വന്നെത്തിയാൽ, ആ മലക്കുൽ മൗത്ത് വന്നെത്തിയാൽ ആ മലക്കുൽ മൗത്തിന് നമ്മളെ സമ്പത്തൊന്നും ആവശ്യമില്ല. എൻ്റെ അടുത്ത് ഇത്ര സമ്പത്തും ചോദിച്ചിട്ട് നമ്മളെ പിടിക്കണത് അല്ലല്ലോ, ആണോ? അല്ലെങ്കിൽ ഇന്ന നാട്ടിലെ ഇന്ന പൗരപ്രമുഖനാണ് എന്ന് പറഞ്ഞിട്ടാണോ പിടിക്കണത്? അല്ലല്ലോ. ഒന്നും നോട്ടല്ല. ഇവിടുത്തെ പൗരപ്രമുഖനാണോ, ഇവിടുത്തെ മന്ത്രിയാണോ, ഇവിടുത്തെ അമീറാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള കുഞ്ചിസ്ഥാനത്തിരിക്കുന്നവ, അതൊന്നും അല്ല നോക്കുന്നത്. മലക്കുൽ മൗത്ത് നമ്മുടെ സമ്പത്തോ അക്കൗണ്ടോ ഒന്നും നോക്കുകയില്ല. ഇനി സമ്പത്തുള്ളത് കൊണ്ട് മലക്കുൽ മൗത്ത് വരുമ്പോൾ നമ്മുടെ കബറൊക്കെ വിശാലാവുമോ? ആവൂല്ല. ഒരു നല്ല കബർ, മണ്ണല്ലാത്ത ഒരു വിരിപ്പ് ഒക്കെ ഉള്ള കബറുണ്ടാക്കാൻ പറ്റുമോ? ആവൂല്ല അല്ലേ. ആ കബർ വിശാലാക്കാനും ആ സമ്പത്ത് കൊണ്ട് സാധ്യമല്ല. സാധാരണ എല്ലാവരും പോണ 6 അടി മണ്ണിലേക്കാണ് എത്ര ധനാഢ്യനായ മനുഷ്യനും കടന്നു പോകുന്നത്. അപ്പം ഈ സമ്പത്ത് മരണസമയത്ത് ഉപകാരപ്പെടുകയില്ല എന്നുള്ളതാണ് അത് നമ്മെ പഠിപ്പിക്കും. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ ഒരായത്ത്, പിന്നെ സൂറത്തു ഹാക്കയിലെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത് കാണാം, വ അമ്മാമൻ ഊത്തിയ കിതാബഹു. നാളെ മരിച്ചു ചെന്ന് ആ കബർ ജീവിതമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ നമ്മുടെ കർമ്മരേഖയാകുന്ന രേഖ അത് ബിഷിമാലി ഇടം കയ്യിൽ നൽകപ്പെടുന്നവനാരോ അവൻ. ഫയക്കൂൽ അവൻ പറയും, യാ ലൈത്തനി ലം ഊത്ത കിതാബിയ, പടച്ചോനെ ഈ കർമ്മരേഖ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വലം അതിരിമ ഹിസാബിയ, എൻ്റെ കണക്ക് അത് ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ, അറിയാതെ പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈത്തഹ കാനത്തിൽ ഖാദിയ, ആ മരണം തന്നെ എല്ലാത്തിൻ്റെയും അവസാനമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. മാ അഗ്ന അന്നി മാലിയ, എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നത് മാ അഗ്ന അന്നി മാലിയ, പടച്ചോനെ എൻ്റെ സമ്പത്തൊന്നും ഇവിടെ എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ലല്ലോ. വഹലക്ക അന്നി സുൽത്താനിയ, എൻ്റെ അധികാരം ഇവിടെ നഷ്ടപ്പെട്ടു പോയല്ലേ പടച്ചോനെ, അതും എനിക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ. എന്നിട്ട് ആ മനുഷ്യനെ മലക്കുകളോട് പറയും അല്ലാഹു തആല, ഹുസു അവനെ നിങ്ങൾ പിടികൂടുക, വഗുല്ലു അവനെ നിങ്ങൾ ചങ്ങലക്കിടുക, ബന്ധനസ്ഥനാക്കുക, സുമ്മൽ ജഹീമ സല്ലു എന്നിട്ട് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുക. സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഹ, 70 മുളം നീളമുള്ള ചങ്ങലകളിലായി ആ നരകത്തിൽ അവനെ പ്രവേശിപ്പിക്കും എന്നുള്ളത്. ഫസ്ലുക്കു, ആ നിങ്ങൾ പ്രവേശിപ്പിക്കുക എന്ന് മലക്കളോട് പറയുന്ന കാരണം എന്താ? ഇന്നഹു കാന ലാ യുമിനു ബില്ലാഹിൽ അളീം. കുറേ കാരണം പറയുന്നുണ്ട് അല്ലാഹു തആല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മഹാനായ അള്ളാഹുവിൽ അവൻ വിശ്വസിച്ചില്ല. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരണ പോലും നൽകിയില്ല എന്നതാണ് കാരണമായി അല്ലാഹു തആല എടുത്തു പറയുന്നത്. അപ്പം അവിടെ പരലോകത്ത് വരുമ്പോൾ നമ്മുടെ സ്വാധീനം, നമ്മുടെ ആധിപത്യം, പിന്നെ അതേപോലെ നമ്മുടെ സമ്പത്തൊന്നും ഉപകാരപ്പെടുകയില്ല വിശ്വാസമില്ലെങ്കിൽ എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നോക്കി നിങ്ങൾ, ദുനിയാവ് തന്നെ ഒരാൾക്ക് അവൻ്റെ ചുറ്റുവട്ടത്ത് 3 വിഭാഗം സുഹൃത്തുക്കളാണ് ഉണ്ടാവുക. ഒന്ന് ഓൻ്റെ വീട്ടിലുള്ള ആളുകൾ തന്നെ, പിന്നെ ഭാര്യ, കുട്ടി, കുടുംബക്കാർ, മക്കൾ എന്നൊക്കെ തുടങ്ങി അങ്ങനെയുള്ള
ഓൻ്റെ വീട്ടിലുള്ള മറ്റ് സാമഗ്രികളൊക്കെ ഓൻ്റെ തന്നെ അല്ലേ? അവിടുത്തെ വാഹനങ്ങൾ, ആ പറമ്പ്, ആ വീട്, ഇതൊക്കെ ഓൻ്റെ തന്നെ. ഇതാണ് ഒന്നാമത്തെ സുഹൃ വലയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു സുഹൃ വലയുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ഖബർ വരെ വരുന്ന കുറച്ച് ആളുകളുണ്ടാവും. അത് ചിലപ്പോൾ കൂട്ടുകാരാവും, കുടുംബക്കാരാവും, മക്കളാവും. പക്ഷേ എവിടെ വരെയുള്ളൂ? ഖബറിൻ്റെ വക്കത്ത് വരെ അവർ വരുള്ളൂ. എന്നാൽ മൂന്നാമത്തെ ഒരു സുഹൃത്തുണ്ട്. അത് ഖബറിൻ്റെ വക്കത്തല്ല, ഖബറിലേക്ക് തന്നെ വരുന്ന. ആരാണത്? അതാണ് നമ്മുടെ പ്രവർത്തനം, അമലുസ്വാലിഹാത്ത് എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ ഖബറിലേക്ക് നമ്മുടെ ഭാര്യയില്ല, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പെൺമക്കളില്ല, നമ്മുടെ ആൺമക്കളില്ല, നമ്മുടെ കുടുംബക്കാരില്ല, എല്ലാ സമയം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ട നമ്മുടെ ഇണകളില്ല. നമ്മുടെ കൂടെ വരുന്നത് ആരാ? നമ്മൾ പ്രവർത്തിച്ച, ഈമാനോടുകൂടി പ്രവർത്തിച്ച അമലുസ്വാലിഹാത്ത് മാത്രമാണ് നമുക്ക് കൂട്ടിനായി ഉണ്ടാകുക. ബാക്കിയൊക്കെ നമ്മൾ അവിടെ വെച്ച് കൈകടിക്കും എന്നുള്ള. അമലുസ്വാലിഹാത്തല്ലാത്ത എല്ലാ പ്രവർത്തനത്തിനും നമ്മൾ എന്ത് ചെയ്യും? കൈകടിക്കേണ്ടി വരും എന്നുള്ളതാണ് അത് നമ്മെ പഠിപ്പിക്കണം. മഹാനായ ഖൈസ്, അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു കാര്യമുണ്ട്. ഖൈസ് പറയാണ്, ഞാനൊരിക്കൽ റസൂലുള്ളാഹി ബനി തമീം ഗോത്രക്കാരുടെ ദൗത്യ സംഘത്തിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു. ആര്? ഖൈസും ഉണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. ആ ഗോത്രത്തിൻ്റെ കൂട്ടത്തിൽ ഞാനും ചെന്നു. നബി എന്നോട് കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. യഖ്തസിൽ ബിമാ ഇൻ വസിദിൻ, താളിയൊക്കെ ഉപയോഗിച്ച്, അഥവാ തോപ്പ് പോലുള്ള സാധനം, താളി ഉപയോഗിച്ചും വെള്ളം ഉപയോഗിച്ചും കുളിച്ച് വൃത്തിയായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഫഅൽതു, ഞാൻ കുളിച്ച് വൃത്തിയായിട്ട് വന്നു. സുമ്മഅ്തു ഇലൈ, വീണ്ടും ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. ഫഖുൽതു യാ റസൂലല്ലാഹ്, എന്നിട്ട് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അൽനാ അൽതൻ തൻതഫി ബിഹ, ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഉപദേശം താങ്കൾ നൽകിയാലും, ഞങ്ങൾക്കൊരു വഅദ് പറഞ്ഞു തരണം, ഒരു ഉപദേശം തരണം, ആ ഉപദേശം കൊണ്ട് ഞങ്ങൾക്ക് ഉപകാരം കിട്ടണം, അങ്ങനെയുള്ള ഒരു ഉപദേശം തരൂ നബി എന്ന് പറഞ്ഞപ്പോൾ ഫഖാല, നബി പറയാണ്, യാ ഖൈസ് ഇന്നമ അൽ അസിസുല്ല, നബി കൊടുക്കുന്ന ഉപദേശമാണ്, ഏതൊരു പ്രതാപത്തിൻ്റെ കൂടെയും ഒരു നിന്യത ഉണ്ടാകും. പിന്നെ വ ഇന്ന മിനൽ ഹയാത്തി മൗത്ത, എല്ലാ ജീവിതത്തിൻ്റെ കൂടെയും ജീവനുണ്ടോ മരണം ഉണ്ടാകും. വ ഇന്നമ അദ്ദുന്യ ആഖിറ, ദുനിയാവിനോടൊപ്പം പരലോകവും ഉണ്ടാവും. വ ഇന്ന ലികുല്ലി ഷൈഇൻ ഹസീബ, ഓരോ കാര്യത്തിനും കണക്ക് നോക്കുന്ന ഒരാളുണ്ടാവും. വ അലാ കുല്ലി ഷൈഇൻ റഖീബ, ഓരോ കാര്യവും ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. വ ഇന്ന ലികുല്ലി ഹസനത്തിൻ സവാബ, ഓരോ നന്മക്കും ആ നന്മയുടെ പ്രതിഫലം ഉണ്ട്. വ ഇന്ന ലികുല്ലി സയ്യിഅത്തിൻ നിക്കാബ, ഓരോ തിന്മക്കും അതിൻ്റെ പ്രതിഫലവുമുണ്ട് എന്ന് ഖൈസിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നിട്ട് പറയാ, ലികുല്ലി അജലിൻ കിതാബ്, ഓരോരുത്തർക്കും എപ്പോഴാണ് സമയം അവസാനിക്കുന്നത് എന്നതിനുള്ള ഒരു രേഖയുമുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞിട്ട്, എന്നിട്ട് നബി പറയാണ്, വ ഇന്നഹു ലാ ബുദ്ദലക യാ ഖൈസ്, ഖൈസെ നിനക്ക് വളരെ അനിവാര്യമായി നിന്റെ കൂടെ ഉണ്ടാകുന്ന ഒരാളാണ് മിൻ ഖരീൻ, ഒരു സുഹൃത്തിൻ്റെ കൂടെ ഉണ്ടാവും. ആ സുഹൃത്തിൻ്റെ പ്രത്യേകത എന്താ? യദ്ഫനു മഅക വഹുവ അയ്യുൻ, ഇഞ്ഞ് അന്നെ ഖബറിലേക്ക് കഫൻ ചെയ്ത് കൊണ്ടുപോയി വെക്കുമ്പം ഇഞ്ഞ് മരിച്ച നിലയിലാണ് ആ ഖബറിലുള്ളത്. പക്ഷേ ഈ സുഹൃത്ത് നിന്റെ കൂടെ വരുന്നത് ഓന് ജീവനുള്ളവനായ നിലയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി. ആരാണ് ആ സുഹൃത്ത് എന്ന് പറഞ്ഞത്? അവനവൻ്റെ അധ്വാനമാണ്. ആ ജീവിച്ചിരിക്കുന്ന രൂപത്തിലാണ് അധ്വാനം അഥവാ നമ്മുടെ പ്രവർത്തനം, അമല് സ്വാലിഹാത്ത് നമ്മുടെ ഖബറിൽ ഉണ്ടാവുക. പിന്നെ ഫഇൻ കാന കരീമൻ, ഇനി മാന്യനാണെങ്കിൽ അഥവാ വിശ്വാസിയായ മനുഷ്യനാണ് നീ എങ്കിൽ അക്രമക്ക, ആ സുഹൃത്ത് നിന്നെ പിന്നെ ആദരിക്കും. ആര്? അമലുസ്സാലിഹാത്ത് വന്നിട്ട് പറയും, ഞാൻ എൻ്റെ അമലുസ്സാലിഹാത്താണ് എന്ന് വന്നിട്ട് പറഞ്ഞുകൊണ്ട് നിന്നെ ആദരിക്കും. വ ഇൻ കാന ലഈമൻ, ഇനി നീ ദുഷ്ടനാണെങ്കിൽ, ദുനിയാവിൽ വെച്ച് ദുഷ്ടനായി ജീവിച്ചവനാണെങ്കിൽ പിന്നെ അസ്ലമക്ക, എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, സുമ്മ ലാ യുഹ്ശറു ഇല്ലാ മഅക്, പിന്നെ ആ സുഹൃത്തിനെ ഓടൊപ്പമാണ് അവനോടൊപ്പമാണ് നീ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതും. പിന്നെ വലാ തുബഅസു ഇല്ലാ മഅഹു, ആ സുഹൃത്തിനോടൊപ്പമാണ് നീ പുനർജീവിപ്പിക്കപ്പെടുന്നത്. അഥവാ
നമ്മൾ അള്ളാഹുത്താല മാശറയിൽ ഒരുമിച്ച് കൂട്ടുമ്പോഴും നമുക്ക് അവിടെ ഇടയും തുണയായി ഉണ്ടാവുന്നത് നമ്മുടെ പ്രവർത്തനമാണ്. അന്ത്യനാളിൽ അള്ളാഹുത്താല പുനർജീവിപ്പിക്കുമ്പോഴും നമുക്ക് ഇണയും തുണയുമായി ഉണ്ടാകുന്നത് നമ്മുടെ പ്രവർത്തനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതുകൊണ്ട് നബി പറയാൻ ലാ തുസ്അലു ഇല്ലാ അൻഹു, നാളെ പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ ആ ഒരു കാര്യത്തെ പറ്റിയേ ചോദിക്കുള്ളൂ, അമലിനെ പറ്റിയേ ചോദിക്കുള്ളൂ എന്നാ അല്ലേ. പിന്നെ ഫലാ തജ്അൽഹു ഇല്ലാ സാലിഹ, അതുകൊണ്ട് ചെയ്യുന്ന അമല് സൽക്കർമ്മമായിരിക്കാൻ നീ ശ്രമിക്കണം എന്നുള്ള. അമല് സാലിയാത്ത് നല്ലതേ ചെയ്യാവൂ അമലിന. ഫഇൻ കാന സ്വാലിയൻ ലാ തഇനസ് ഇല്ലാ ബി, ആ അമല് സാലിഹാത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു ഇണയായി തുണയായി ഉൻസത്തിന് അവിടെ ഉണ്ടാകുകയുള്ളൂ. ഇനി അത് ഫായിഷാണെങ്കിൽ വഇൻ കാന ഫായിഷൻ ലം തസ്തൗഇഷ് ഇല്ലാമി, ആ പിന്നെ ഇജ്ജ് ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ദുഷ്ടമായ പ്രവർത്തനമാണെങ്കിൽ നിനക്ക് മുമ്പിൽ ഏറ്റവും ഭീകരമായ ഏകാന്തത സൃഷ്ടിക്കുന്നത് ആ പ്രവർത്തനമായിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ സുഹൃത്ത് ആരാണെന്ന് നിനക്കറിയാമോ? അലാ വഹുവ ഫിഅലുക് അലാ വഹുവ അമലുക്, അതാണ് നിന്റെ പ്രവർത്തനം. അപ്പം അതിൽ നിന്ന് കൈസിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിക്കുന്ന ആ നിർദ്ദേശത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം, നമുക്ക് ഖബറിലും ഖബറിൻ്റെ ശേഷം ആ പുനർജീവിതത്തിലും മശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോഴും ആ ചോദ്യം ചെയ്യുന്ന സമയത്തും ഇണയും തുണയുമായി ഉണ്ടാകുന്നത് നമ്മൾ ചെയ്ത അമലു സ്വാലിഹാത്താണ് എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കണം. അപ്പം ഇവിടെ പറഞ്ഞത് എന്താ? വമായുനി അൻഹു മാലുഹു ഇദാ തറദ്ദ, ഒരാളുടെ സമ്പത്ത് അയാൾ അടർന്നു വീഴുമ്പോൾ അഥവാ മരിക്കുമ്പോൾ അയാളുടെ സമ്പത്ത് അയാൾക്ക് ഉപകാരപ്പെടുന്നല്ല. ഉപകാരപ്പെടുന്ന ഒരു കാര്യം അയാളുടെ അമലു സ്വാലിഹാത്ത് മാത്രമാണ് എന്നുള്ളതാണ്. ഇനിയോ ആലോചിച്ച് നോക്കുങ്ങൾ, സമ്പത്തിൻ്റെ ഒരു മനഃശാസ്ത്രമുണ്ട്. നമ്മളൊക്കെ എന്തിനാപ്പം ഈ സമ്പത്ത് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂട്ടണത്? ഭാവിക്കൊരു നല്ല ജീവിതം വേണം അല്ലേ? നാളെ ഒരു നല്ല ജീവിതം വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സമ്പത്തൊക്കെ നമ്മളിങ്ങനെ കുന്നുകൂട്ടി വരുന്നത്. എല്ലാവരും സഞ്ചിയിലാക്കണം, ഒരുമിച്ച് കൂട്ടണം, അക്കൗണ്ടിൽ നിക്ഷേപിക്കണം. എന്താ? നാളെ സുഖജീവിതം കിട്ടണം, നാളെ എൻ്റെ മക്കൾ സുഖകരമായി ജീവിക്കണം, നാളെ അവർ യാചകരാവരുത്. ഇങ്ങനെ നാളെ 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 എന്ന് പറഞ്ഞിട്ട് ആ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഇന്ന് നമ്മൾ ജീവിക്കണ എങ്ങനെ? ദരിദ്രനായിട്ടായിരിക്കും. ഇന്ന് നമുക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവില്ല. നാളെ ഉപകാരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെലവഴിക്കാതെ ശേഖരിച്ചു വെക്കണം. അപ്പം ഇന്ന് നാളെ ധനികനാകാൻ വേണ്ടി ഇന്ന് ദരിദ്രനാവുന്ന ഒരവസ്ഥയാണ് സമ്പത്തിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അങ്ങനെ ആവാൻ പാടില്ല. അതേപോലെ തന്നെ ചില ആളുകൾ എന്തു ചെയ്യും? ആഖിറത്ത് ഒന്നുമില്ലെങ്കിലും ദുനിയാവ് പിന്നെ ആഖിറത്തിനെ വിറ്റിട്ടെങ്കിലും ആഖിറത്തിനെ കൊടുത്തിട്ടെങ്കിലും ദുനിയാവ് മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കും. ഇത് രണ്ടും അപകടമാണ്. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു ചിന്ത എന്ന് പറയുന്നത്, അത് ഏത് ചെറിയ 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 കാര്യമാവട്ടെ, നമുക്ക് നിസ്സാരെന്ന് വിചാരിക്കണം. ഒരാളോട് പുഞ്ചിരിക്കണ നിസ്സാര കാര്യമാണ് അല്ലേ? ഒരാൾക്ക് വഴികാട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഒരാൾക്കൊരു ഉപദേശം കൊടുക്കുക, ഏതെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു കാര്യം അറിവില്ലാത്തതിനൊരു നിർദ്ദേശം കൊടുക്കുക. അപ്പം നമ്മൾ ചെറുതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് നമ്മളെപ്പോഴും വദുഊഹു ഖൗഫൻ വതമഅന, നമ്മൾ നരകത്തെ ഭയപ്പെട്ടുകൊണ്ടും നരകമോചനം ആഗ്രഹിച്ചുകൊണ്ടും സ്വർഗം കിട്ടണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടുമായിരിക്കണം നമ്മൾ ഏത് പ്രവർത്തനം പ്രവർത്തിക്കുമ്പോഴും പ്രവർത്തിക്കേണ്ടത്. അപ്പോഴേ അത് ഉപകാരപ്പെടുള്ളൂ. അഥവാ പരലോക വിശ്വാസത്തോടു കൂടിയായിരിക്കും. ഞാൻ പെങ്ങളോട് പുഞ്ചിരിച്ചു, വേറെന്തെങ്കിലും കൊള്ളലാഭത്തിനല്ല, മറിച്ച് ആ നരകത്തു നിന്ന് രക്ഷപ്പെടണം, അള്ള പറഞ്ഞ സ്വർഗം കിട്ടണം അല്ലേ? ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേറെന്തെങ്കിലും ചെയ്തു തന്നു, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ചെയ്തു തന്നു. നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അതുമൂലം എനിക്ക് സ്വർഗം കിട്ടണം, അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ആ നരകത്തു നിന്ന് രക്ഷപ്പെടണം. ഇതായിരിക്കണം നമ്മുടെ എ മുതൽ സെറ്റ് വരെ ഏത് പ്രവർത്തനം പ്രവർത്തിക്കുമ്പോഴും നമുക്കുണ്ടാവേണ്ടത്. അല്ലെങ്കിൽ വമായുഗുനി അൻഹു മാലുഹു ഇദാ തറദ്ദ എന്ന ഗണത്തിൽ നമ്മൾ പെടും അല്ലേ? ഇതുണ്ടെങ്കിലോ നമുക്കവിടെ ഉപകാരപ്പെടും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാം, ബാദിറൂ ബിൽ അഅ്മാലി സബ്അ, 7 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് അമലുസാലിഹാത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉളരിച്ചെല്ലണമെന്ന, ധൃതിയിൽ പോവണമെന്ന. ഏതൊക്കെയാണ് ആ 7 കാര്യം?
ഹൽ തന്ദുറൂന ഇല്ലാ ഫഖ്റൻ മൻസിയ. എല്ലാം മറപ്പിച്ച് കളയുന്ന രൂപത്തിലുള്ള ഒരു ദാരിദ്ര്യം എന്ന് പറയുന്ന സമയം നിങ്ങൾക്ക് വരാനുണ്ട്. അതിന് നിങ്ങൾ കാത്തിരിക്കരുത്. എന്താ എല്ലാം മറപ്പിച്ച് കളയുന്ന ഒരു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്? മരണത്തോടടുക്കണ ഒരു സമയം വരാനുണ്ട്. ആ മരണത്തിൽ നിന്ന് നമ്മെ ഏറ്റവും വലിയ ദാരിദ്ര്യം ആ സമയത്ത് വരുന്ന ദാരിദ്ര്യ. അല്ലാതെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനല്ലാതെ ആ ദാരിദ്ര്യം അല്ല പറയണത്. മറിച്ച് നമുക്ക് എല്ലാം ഉണ്ട്. എൻ്റെ അക്കൗണ്ടിൽ നല്ല പൈസ ഉണ്ട്, എനിക്ക് കണ്ടമാനം സുഹൃത്തുക്കളുണ്ട്, എന്നെ സഹായിക്കാൻ ഈ ലോകത്തുള്ള ആളുകളും സൊസൈറ്റികളും സംഘടനകളും ഒക്കെ ഉണ്ട്. പക്ഷേ എന്തില്ല, അവരുടെ ഒന്നും സഹായം എനിക്ക് അതാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. അവരൊക്കെ സഹായിക്കാനുണ്ടായിട്ടും ആ ദാരിദ്ര്യം എന്നെ മറപ്പിച്ച് കളയാണ്. അതൊന്നും എനിക്ക് ഉപകാരപ്പെടില്ല. അങ്ങനെ ഒരു സമയം ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും വരുന്ന ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ മരണം അടുക്കണ ആ സമയത്ത് നമുക്ക് ചിലപ്പം ലോകത്തുള്ള ഏറ്റവും വലിയ ഹൈ ക്വാളിഫൈഡ് ആയ ഡോക്ടറായിരിക്കും നമ്മളെ മുന്നിൽ ഉണ്ടാവുക. പക്ഷേ മരണസമയത്ത് ആ ഡോക്ടർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ഏറ്റവും നല്ല മാർക്കറ്റിലുള്ള ഏറ്റവും നല്ല മരുന്നാവും നമുക്ക് തന്നിട്ടില്ല. ആ മരുന്നും നമുക്ക് ഉപയോഗപ്പെടുത്താൻ ആ ഡോക്ടർക്ക് സാധിക്കില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇങ്ങനെയുള്ളൊരു അവസ്ഥ ചിലപ്പോൾ മനുഷ്യന് വരും അല്ലേ? ഒന്നും ഉപകാരപ്പെടാത്ത, എല്ലാം മറപ്പിച്ച് കളയുന്ന രൂപത്തിലുള്ള ഒരു ദരിദ്രാവസ്ഥ അത് വരുന്നതിന് മുമ്പ്, ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? അമലു സ്വാലിഹാത്ത് ചെയ്തോളണം കേട്ടോ എന്നാ റസൂലുള്ളാഹി പറയാം. ഔ ഗിനൻ മുത്ഗിയ. രണ്ടാമത്തെ ഒരു കാര്യം, കണ്ടമാനം സമ്പത്ത് ഇങ്ങോട്ട് ഒരുമിച്ച് കൂടും. സമ്പത്ത് ഇങ്ങോട്ട് ഒരുമിച്ച് കൂടിയിട്ട് ആ സമ്പത്തിൻ്റെ പിന്നാലെ പോയി നമ്മൾ അതിക്രമം പ്രവർത്തിക്കുന്ന ഒരു സമയം വരും ചിലപ്പോൾ. അതൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ? സമ്പത്തിന് കൂടിയിട്ട് ഇപ്പം അള്ളാഹിൻ്റെ പരീക്ഷണം പല രൂപത്തിലും വരും. എങ്ങനെയൊക്കെ വരിക? ചിലപ്പോൾ സമ്പത്തില്ലാതെ വരും, ചിലപ്പോൾ സമ്പത്തുണ്ടായിട്ട് വരും. ഈ അള്ളാഹ് നമ്മെ പരീക്ഷിക്കണ ഏത് രൂപത്തിലായിരിക്കും എന്നറിയാം നിങ്ങൾക്ക്? അള്ളാഹിൻ്റെ പരീക്ഷണത്തിനൊരു സൂത്രമുണ്ട്. എനിക്കിപ്പം അമിതമായി സമ്പാദിക്കണം എന്നാണ് എൻ്റെ മനസ്സ്, എൻ്റെ ആഗ്രഹം എന്ന് കൂട്ടുക ഇല്ലേ? എനിക്ക് സമ്പാദിച്ചിട്ട് മതിയാവണില്ല. അങ്ങനെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടണം അല്ലേ? ഞാൻ വടിയും കുത്തി നടക്കണ സമയത്തിൻ്റെ സമ്പത്താരും കവർന്നെടുക്കുന്നു എന്നാണ് എൻ്റെ ചിന്ത. ആ രൂപത്തിൽ ഇങ്ങനെ സമ്പത്തിനോടുള്ള അതിയായ കൊതി എനിക്കുണ്ടെങ്കിൽ അള്ളാഹു തആല കണ്ടമാനം സമ്പത്ത് നൽകിയിട്ട് എന്ത് ചെയ്യും? എന്നോട് പരീക്ഷിക്കും. എന്നാൽ ഇയാൾക്ക് ചിലപ്പോൾ സമ്പത്തിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, ആവശ്യത്തിനൊക്കെ വേണം അല്ലേ? ചിലപ്പോൾ അയാളെ കട അവിടെ ഇങ്ങനെ കത്തിപ്പിടിച്ചിട്ടുണ്ടാവും. ആ കത്തിപ്പിടിച്ചാലും അയാൾക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ അയാളുടെ ഭാര്യക്കോ കുട്ടിയൊക്കെ കുടുംബത്തിലോ ഒരാൾക്ക് എന്തെങ്കിലും ഒരു വെച്ചുത്തിയ ഒരു പരിക്ക്, ഒരു ഇത്തിരി ചോര പൊടിഞ്ഞാൽ അയാൾക്ക് സഹിക്കാൻ കഴിയില്ല. അയാളുടെ മനസ്സിൻ്റെ വേദന അതാ. അപ്പോൾ അള്ളാഹു തആല അയാളെ പരീക്ഷിക്കുന്ന ആ കുടുംബം മുഖേനയായിരിക്കും, ഇന്നെ പരീക്ഷിക്കുന്ന സമ്പത്ത് മുഖേനയായിരിക്കും, മറ്റൊരാളെ പരീക്ഷിക്കുന്ന എന്താണോ അയാൾക്ക് താല്പര്യമുള്ളത് ആ താല്പര്യമുള്ള വിഷയത്തിലായിരിക്കും അള്ളാഹു തആല ഓരോ മനുഷ്യനെയും പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖ്റൻ മുൻസിയ, ഇതൊരു മനുഷ്യന് വരുന്ന ഒരു പരീക്ഷണാവസ്ഥയാണ്. രണ്ടാമത്തെ പറഞ്ഞപ്പോൾ ഗിനൻ മുത്ഗിയ, അതിക്രമകാരിയാക്കി മാറ്റുന്ന രൂപത്തിലുള്ള ധന്യത, ആ രൂപത്തിലും അള്ളാഹു തആല നമ്മെ പരീക്ഷിക്കും. അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? അമലു സ്വാലിഹാത്ത് ചെയ്തോളണം എന്നാ. ഔ മറളൻ മുഫ്സിദ, എല്ലാം കുഴപ്പത്തിലാക്കി കളയുന്ന, എല്ലാം തകരാറാക്കി കളയുന്ന രൂപത്തിലുള്ള രോഗം ചിലപ്പോൾ നമുക്ക് വരും അല്ലേ? ചില രോഗം വന്നാലും മരുന്നൊന്നും ഫലിക്കാത്തൊരവസ്ഥ ഉണ്ടാവും. ആ രൂപത്തിലുള്ള ശരീരത്തിൻ്റെ സെല്ലുകളൊക്കെ നശിപ്പിച്ച് കളയുന്ന രൂപത്തിലുള്ള രോഗം ചിലപ്പോൾ പിടികൂടും. അത് വരുന്നതിൻ്റെ മുമ്പ് ആ നല്ലപ്പ കാലത്ത് തന്നെ സൽക്കർമ്മം ചെയ്തു കൊള്ളണം. അല്ലെങ്കിലോ ഔ ഹറമൻ മുഫന്നിദ, നമ്മുടെ വ്യക്തിത്വം തന്നെ നശിപ്പിച്ച് കളയുന്ന രൂപത്തിലുള്ള വാർദ്ധക്യം വരും ചിലപ്പോൾ നമുക്ക് അല്ലേ? നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ നമുക്കൊരു വ്യക്തിത്വം ഉണ്ടാവും, ആ വ്യക്തിത്വം തന്നെ കാണൂല ചിലപ്പോൾ വാർദ്ധക്യം വരുമ്പോൾ. ആ രൂപത്തിലായി മാറും അല്ലേ? കിടന്നോട് തന്നെ കിടന്ന് മൂത്രമൊഴിക്കുക, അവിടെ തന്നെ കഷ്ടിക്കുക, പിന്നെ ഒരു ബോധവും ഇല്ല, ഞാൻ ഇപ്പോൾ ഇവിടെ ഇല്ലെന്നില്ല. ഇങ്ങനെയുള്ള രൂപത്തിലുള്ള വാർദ്ധക്യം വന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? അമലു സ്വാലിഹാത്ത് ചെയ്യണം. ഔ മൗത്തം മുജ്ഹിദ, റെഡിമെയ്ഡ് മരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം. ആ മരണം വരുന്നതിന് മുമ്പ് അല്ലേ? അത് ചിലപ്പം ഇന്ന് ജോലിക്കിറങ്ങുമ്പോൾ വലിയ ആക്സിഡൻ്റ് ആയേക്കാം അല്ലേ? അല്ലെങ്കിൽ പിന്നെ ടൂർ പോകുമ്പോൾ വല്ല വിമാനം ഫ്ലൈറ്റ് അപകടമായേക്കാം. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് കാണുന്നതാ. നമ്മൾ ഓർക്കാപ്പുറത്തായിരിക്കും വരിക, റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അല്ലാഹു തആല
അല്ലേ? ആ രൂപത്തിലുള്ള മരണം വരുന്നതിന് മുമ്പ് നമ്മൾ അമലുസ്വാലിഹാത്ത് ചെയ്യണം. അവിദ്ദജാൽ, ഇങ്ങനെ 7 കാര്യങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ ഇതൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് വരുന്നതിന് മുമ്പ് അമലുസ്വാലിഹാത്ത് ചെയ്യണം. ആ അമലുസ്വാലിഹാത്താണ് നമുക്ക് എവിടെ ഉപകാരപ്പെടുക? ഖബറിലും, മരണസമയത്തും ഖബറിലും പുനർജീവിപ്പിക്കുമ്പോഴും അതിൻ്റെ ശേഷവും പരലോകത്തും നമുക്ക് ഉപകാരപ്പെടാൻ പോകുന്നത് നമ്മുടെ അമലുസ്വാലിഹാത്താണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കണം. അതാണ് വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. എന്നിട്ട് പറയാ ഇന്ന അലൈന ലൽ ഹുദ. ഇങ്ങനെ പിന്നെ വിശ്വാസിയായി ജീവിച്ച ആളുകൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്, അല്ലേ? അള്ളാഹു അല്ല സന്മാർഗത്തിലേക്ക് ആക്കും. വ ഇന്നലന, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, വ ഇന്നലന ലിൽ ആഖിറത വൽ ഊല, പരലോകത്തിൻ്റെയും ഇഹലോകത്തിൻ്റെയും അതിൻ്റെ സൃഷ്ടിപ്പ് നമ്മുടെ അധികാരത്തിലാണ്. അത് ഞാനാണ് സൃഷ്ടിച്ചത്. ആര് പറയാ? അള്ളാഹുവിൻ്റെ അധീനത്തിലാണത്, അല്ലേ? അത് കൈകാര്യം ചെയ്യുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് നിങ്ങളുടെ ആരുടെയും പിന്നെ അധികാരത്തിലല്ല, നിങ്ങളുടെ കയ്യിലല്ല, നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്ന ബോധം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം മനുഷ്യരെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വ ഇന്നലനാ ലിൽ ആഖിറത വൽ ഊല. എന്നിട്ട് അള്ളാഹ് പറയാം ഫഅൻസർതുക്കും നാറൻ തലല്ലാ, ഒരു നരകത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ ഒരു നരകത്തെപ്പറ്റി, ഒരു രൂപത്തിലുള്ള നരകത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് വാണിംഗ് തരികയാണ്, ഇൻസാർ തരികയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? തലല്ല മാനാഹു തലല്ല, അതിങ്ങനെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ആ രൂപത്തിലുള്ള നരകമാണ് പിന്നെ ആർക്ക് പിന്നെ കിട്ടാൻ പോണത്? ഇങ്ങനെ അള്ളാഹു അനുഗ്രഹം ചെയ്തിട്ട് ആ അനുഗ്രഹം ഉപയോഗപ്പെടുത്താതെ പിശുക്ക് കാണിച്ച ആളുകൾക്ക് ലഭിക്കാൻ പോകുന്നത് ആ നരകമാണ്. ഇനി ആരാണ് ആ നരകത്ത് പ്രവേശിക്കുക? ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖ, ഏറ്റവും ദുഷ്ടനായ മനുഷ്യനാണ് ആ നരകത്ത് പ്രവേശിക്കുന്ന. ഷഖീ എന്ന പദത്തിൻ്റെ അർത്ഥം ദൗർഭാഗ്യവാൻ. ഷഖീ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൗർഭാഗ്യവാൻ. എങ്ങനെയൊക്കെയാണ് ആ ദൗർഭാഗ്യം വരിക? ഒരാൾ അള്ളാഹുവിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോൾ അവൻ ദൗർഭാഗ്യവാനാണ്. ഒരാൾ ദുനിയാവ് ജീവിക്കുമ്പോൾ തെറ്റുകുറ്റങ്ങളും മഅ്സിയത്തും പാപങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കണമെങ്കിൽ അവൻ ദൗർഭാഗ്യവാനാണ്. ഒരാൾ ദുനിയാവിൻ്റെ ആ ചളിക്കുണ്ടിൽ നിന്നിട്ട് രക്ഷപ്പെടാതെ അതിൽ ചാടി ജീവിക്കണവൻ ദൗർഭാഗ്യവാനാണ്. അതേപോലെ തന്നെ അള്ളാഹുവിനെ അവഗണിക്കുന്ന, അള്ളാഹുവിൻ്റെ പിന്നെ അനുഗ്രഹങ്ങളെ അവഗണിക്കുന്ന എന്തൊക്കെ അവസ്ഥയുണ്ടോ അതിൻ്റെ പിന്നാലെ ഓടുന്നവൻ പിന്നെ ദൗർഭാഗ്യവാനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനാണ് ദൗർഭാഗ്യവാൻ. ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ എന്നാണ് അള്ളാഹു തആല അഷ്ക എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൻ്റെ മറ്റൊരു സ്വഭാവമാണ്, ഓനുണ്ടാവുന്ന ഏറ്റവും വലിയ 2 ഗുണങ്ങളാണ്, 2 ക്വാളിഫിക്കേഷനാണ് അള്ളാഹു തആല ഇവിടെ എടുത്തു പറയുന്നത്. ഒന്ന്, ആ ദൗർഭാഗ്യവാൻ ഉണ്ടാവുന്ന ഒരു സ്വഭാവം അല്ലദീ കദ്ദബ, ഓനെന്ത് ചെയ്യും? കളവാക്കി കളയും. എന്തിനെ കളവാക്കി കളയണത്? സത്യത്തെ കളവാക്കുന്ന, യാഥാർത്ഥ്യത്തെ കളവാക്കും. രണ്ടാമത്തത് കളവാക്കുക മാത്രമല്ല തവല്ല എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെ പിന്തിരിയാ, പിന്നോട്ട് പോവാന്ന് പറഞ്ഞാൽ എന്താ? ഓൻ ഈ സത്യത്തിൻ്റെ നേരെ പോവാതെ ദുനിയാവിൻ്റെ പിന്നാലെ ഓടും. അതാണ് തവല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സത്യത്തിനെതിരെ അവൻ പുറം തിരിക്കും. ഞാൻ ഇപ്പം നിങ്ങളോട് ഇങ്ങനെ നേരെ ബേക്കാക്കി നിൽക്കണേൻ്റെ എന്ന് പറഞ്ഞാൽ സത്യത്തിനെ അവഗണിക്കുന്നവനാണ് അവൻ. ആ രൂപത്തിൽ പിന്തിരിഞ്ഞു പോണേനാണ് തവല്ല എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹു തആല ഏറ്റവും വലിയ പിശുക്കൻ്റെ 2 ക്വാളിഫിക്കേഷൻ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് കദ്ദബ എന്നുള്ളതാണ്, കളവാക്കുക, സത്യത്തെ കളവാക്കുക എന്ന് പറയുമ്പോൾ 2 രൂപത്തിലാണ്, 2 ഐറ്റത്തിലാണ് ആ കളവാക്കലുള്ളത്. ഒന്ന് ഏതാണ്? നാവ് കൊണ്ട് കളവാക്കും. രണ്ടാമത്തതോ പ്രാവർത്തികമായി കളവാക്കും. നാവ് കൊണ്ട് കളവാക്കണ ചിലപ്പോൾ അത്ര പ്രശ്നം വരില്ല. പരലോകം നല്ലോടോ, ആ പരലോകത്തിലൊന്നും ഞാൻ വിശ്വസിക്കണില്ല എന്ന് നാവ് കൊണ്ട് ഒരാൾ പറയാം. അതുകൊണ്ട് വലിയ അപകടം വരാൻ പോകില്ല. പക്ഷേ അതിനേക്കാൾ അപകടമാണേത്? പരലോകമുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, ഹിസാബുണ്ട്, പുനർജീവിതമുണ്ട് ഒക്കെ ഞാൻ അങ്ങനെ പറയും. പക്ഷേ ആ പരലോകത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കൂല. ഒരു നേരം പോലും ആ പരലോകത്ത് ആ സ്വർഗം കിട്ടാൻ വേണ്ടി ഞാൻ നമസ്കരിക്കൂല. ആ സ്വർഗം കിട്ടാൻ വേണ്ടി ഞാൻ സക്കാത്ത് കൊടുക്കൂല. ആ സ്വർഗം കിട്ടാൻ വേണ്ടി ഞാൻ നോമ്പ് നോക്കൂല.
അല്ലെങ്കിൽ ആ നരകത്തിൽ നിന്ന് എന്നെ അകറ്റിക്കളയുന്ന ഒരു സൽക്കർമ്മവും ഞാൻ ചെയ്യൂല. പക്ഷേ നരകമുണ്ട് എന്ന് ഞാൻ നാവുകൊണ്ട് പറയും, സ്വർഗമുണ്ട് എന്ന് ഞാൻ നാവുകൊണ്ട് പറയും, പരലോകമുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ട് എന്ന് പറയണ ഞാൻ അത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ കളവ് എന്ന് പറയുന്നത്. അപ്പം നാവുകൊണ്ട് ഒരാൾ പറയുന്നതല്ല ഏറ്റവും വലിയ കളവ്. നമ്മുടെ ജീവിതത്തിൽ ആ പറയുന്ന കാര്യം അതിനു വേണ്ടി തയ്യാറായി നിൽക്കാതെ പിന്നോട്ട് പോകുന്നതിനാണ് ഏറ്റവും വലിയ കളവ് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ, ഒരു സഹാബി വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അല്ലിംനി മിൻ ഖറാഇബിൽ ഇൽം, അള്ളാഹുവിൻ്റെ തിരുദൂതരെ ഏറ്റവും വിചിത്രമായ ആശ്ചര്യമുണ്ടാക്കുന്ന രൂപത്തിലുള്ള വിജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലേ നല്ല ആകർഷണീയമായ ചില ജ്ഞാനങ്ങൾ പറഞ്ഞു തരൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പം ഖാല, നബി അയാളോട് ചോദിച്ചു, മാ ഫഅൽത ഫീ റഅസിൽ ഇൽം, പിന്നെ അടിസ്ഥാനപരമായി നിനക്ക് ലഭിച്ച അറിവ് കൊണ്ട് എന്താ ചെയ്തത് എന്ന് നബി ചോദിച്ചു. ഖാല, അപ്പോൾ ആ സഹാബി മനുഷ്യൻ ചോദിക്കാണ്, എന്താണ് ഈ അടിസ്ഥാന ഇൽമ് എന്ന് പറയുന്നത്? ഖാല ഹൽ ഹറബ്ത റബ്ബ, നീ നിന്റെ രക്ഷിതാവിന് റബ്ബിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഖാല, ആ മനുഷ്യൻ പറഞ്ഞു, അതെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫമാ സനഅത ഫീ ഹക്കി, ആ രക്ഷിതാവിന് കൊടുക്കേണ്ട അവകാശത്തിൽ എന്താ ചെയ്തു കൂട്ടിയത്? ഖാല മാഷാ അല്ലാഹ് എന്നയാൾ മറുപടി പറയുണ്ടായിരുന്ന. ഖാല ഹറബ്തൽ മൗത, വീണ്ടും നബി അയാളോട് ചോദിക്കാണ്, മരണത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടോ? ഖാല, ആ മനുഷ്യൻ പറഞ്ഞു നഅം. ഖാല വമാ അഅത്തലഹു, ആ മരണത്തിന് വേണ്ടി എന്താ തയ്യാറാക്കി വെച്ചെന്ന് ചോദിച്ചപ്പം ഖാല മാഷാ അല്ലാഹ് എന്നയാൾ പറയുണ്ടായിരുന്ന. ഖാല, എന്നിട്ട് നബി അയാളോട് പറഞ്ഞു, ഇജ്ജ് കുറച്ച് പിന്നോട്ട് പോയിട്ട് ഞാൻ ചോദിച്ച ഈ ചോദ്യത്തിനൊക്കെ ഒരു തീരുമാനം എടുത്തിട്ട് വാ, എന്നിട്ട് ഇങ്ങോട്ട് വാ, അപ്പം ഇജ്ജ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. അപ്പോൾ നമുക്ക് കുറേ വിജ്ഞാനങ്ങൾ ഇങ്ങനെ ആശ്ചര്യമുള്ള രസകരമായ പിന്നെ കണ്ടാൽ കൗതുകം തോന്നുന്ന കുറേ അറിവുകൾ ഇങ്ങനെ ശേഖരിക്കുന്നതിനപ്പുറം നമ്മളെപ്പോഴും അടിസ്ഥാനപരമായ വിവരങ്ങളിലൂടെ പോയിട്ട് ആ അടിസ്ഥാന വിവരം കിട്ടിയത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ മരണത്തിന് ഇന്നിപ്പോൾ ഞാൻ മരിക്കുകയാണെങ്കിൽ നാളെ ഞാൻ പടച്ചവനെ കണ്ടുമുട്ടാൻ ഞാൻ തയ്യാറാണോ എന്ന ചിന്തയായിരിക്കണം അല്ലേ? ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്ക് സ്വർഗം, അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ സ്വർഗം എനിക്ക് ലഭിക്കുമോ? ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ ആ മലക്കുകൾ അള്ളാഹു പിന്നെ ആ സ്വർഗം ഖബറിൽ വെച്ച് എനിക്ക് കാണിച്ചു തരുമോ? അതല്ല അവരെനിക്ക് കാണിച്ചു തരുന്നത് ആ നരകമായിരിക്കുമോ? ഇത്തരത്തിലുള്ള ചിന്തകളായിരിക്കണം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അതാണ് നമുക്ക് എന്ത് ചെയ്യുക, മരണസമയത്ത് ഉപകാരപ്പെടുക. അല്ലെങ്കിൽ ആ നരകത്തിൽ കത്തിയാളുന്ന ആ നരകത്തിൽ നമ്മളും പ്രവേശിക്കും എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കണം. അപ്പോൾ വമായുഗനി അൻഹുമാലുഹു ഇദാ തറദ്ദ, ഒരാൾ മരിക്കുമ്പോൾ ആ മരണസമയത്ത് അയാളുടെ സമ്പത്ത് അയാൾക്ക് ഉപകാരപ്പെടുകയില്ല. ഇന്ന അലൈനാ ലിൽ ഹുദ, വിശ്വാസിയായി മരിക്കുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അവന് പിന്നെ ഹിദായത്ത് നൽകുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. വ ഇന്ന ലനാ ലിൽ ആഖിറത വൽ ഊല, തീർച്ചയായും പരലോകത്തിൻ്റെയും ഇഹലോകത്തിൻ്റെയും ആധിപത്യം അത് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്, അള്ളാഹുവിൻ്റെ അധീനത്തിലാണ്. ഫ അൻസർതുക്കും നാറൻ ത്വലല്ലാ, അതുകൊണ്ട് കത്തിയാളുന്ന ഒരു നരകത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് താക്കീത് തരട്ടെയോ? ലാ യസ്ലാഹ ഇല്ലൽ അഷ്ക, ഏറ്റവും ദുഷ്ടനായ ആളെ മാത്രമാണ് ആ നരകത്തിൽ കത്തിയേരുക. അല്ലദീ കദ്ദബ വതവല്ല, അവൻ്റെ പ്രത്യേകതയാണ് സത്യത്തെ കളവാക്കുകയും പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുക എന്നുള്ളത്. അത് മതി. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സഹോദരൻ 2 ആളുകൾ നമ്മുടെ കൂട്ടത്തു നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. ഒന്ന് സിദ്ദീഖ് പാലത്തോളും, രണ്ടാമത് ഈ യൂണിറ്റിൻ്റെ പ്രവർത്തകനായ അനസിൻ്റെ പിതാവും. പിന്നെ നജ്മിൻ്റെ കൂടെ താമസിക്കുന്ന ഒരു അനസുണ്ട്. അവർക്ക് രണ്ടാൾക്കും അല്ലാഹു തആല ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്ത് മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു അവരോടൊപ്പം നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ലന എന്ന് പറഞ്ഞാൽ നമുക്കുള്ളതാണ്. അള്ളാഹ് പറയാണോ ഇന്ന ലന, തീർച്ചയായും നമുക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അധീനത്തിലാണ് അതിൻ്റെ അർത്ഥം. ഇന്നാലില്ലാഹി എന്താ, നാം അള്ളാഹുവിനുള്ളതാണ് കാരണം എന്താ, നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അധീനത്തിലാണ്, അള്ളാഹുവിൻ്റെ ആധിപത്യത്തിലാണ്, നമുക്കൊരു കഴിവുമില്ല.
എന്ന് കാണിക്കാനാണ് ഇന്നാലില്ല വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവരിലേക്കാണ് നമ്മൾ മടങ്ങുന്നത്. പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൻ്റെ അധീനത്തിലാണ്. അതേപോലെ തന്നെയാണ് വ ഇന്നലന, തീർച്ചയായും നമുക്കുള്ളതാണ്, അള്ളാഹുവിൻ്റെ അധീനത്തിലുള്ളതാണ് ഏത്, പരലോകവും ഇഹലോകവും ഒക്കെ നിങ്ങളുടെ കയ്യിലല്ല അതൊന്നും എന്ന് അള്ളാഹു തആല പഠിപ്പിക്കാൻ.